നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വർമ്മ സാറിനെ കാണാൻ പോയത് എന്റെ ഇഷ്ടപ്രകാരം. അദ്ദേഹത്തിന്റെ മകളാണ് എന്നെ സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്തെങ്കിലും അതിന് അദ്ദേഹത്തോട് നന്ദി പറയേണ്ട ബാധ്യതയും മര്യാദയും എനിക്കുണ്ട്. ഋതിക മാത്രം പരിശ്രമിച്ചതുകൊണ്ടല്ല രാജുവിനെ സ്റ്റേഷനിൽ നിന്ന് വെറുതെ വിട്ടത്. പറ, അല്ല നിങ്ങൾ പറ, രാജു ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് പറ. നിങ്ങൾ ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കാതെ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ. അല്ല, രാജു ചെയ്തത് ശരിയാണോ തെറ്റാണോ? അല്ല അത് പിന്നെ മോളെ, ശരിയാണെങ്കിൽ ശരിയാന്ന് പറ, അല്ലെങ്കിൽ അല്ല എന്ന് പറ. അല്ല അവൻ ചെയ്തത് ശരിയല്ലെന്ന് എങ്ങനെ പറയാനാകും? ഓഹോ, അപ്പോ നിങ്ങൾ രാജു ചെയ്തതിന് ന്യായീകരിക്കുകയാണല്ലേ? മോളെ, വർമ്മ സാറെന്ന് വെച്ച രാജുവിന് ജീവനാണെന്നറിയാലോ. അതുപോലെ തന്നെ വർമ്മ സാറിന് രാജുവിനെ. അല്ലെങ്കിൽ തന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് രാജു നേരെ വർമ്മ സാറിനെ പോയി കണ്ടതിൽ എന്താ തെറ്റ്? അത് തെറ്റ് തന്നെയാ. രാജുവിന് വർമ്മ സാറ് ജീവനായിരിക്കും, പക്ഷെ സ്വന്തം അച്ഛനമ്മയേക്കാൾ വലുതാണോ ഈ വർമ്മ സാറ്? അതിനിതൊരു ചെറിയ വിഷയമല്ല, നീ അത് വിട്. എനിക്കത് ചെറിയ വിഷയമല്ല. നിങ്ങൾ രണ്ടുപേരെയും കണ്ടതിന് ശേഷം രാജു വർമ്മ സാറിനെ കാണുന്നേ. അത് രാജു ഓർക്കണമായിരുന്നു. അല്ല, രാജുവിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? പറയേണ്ടതേ അവളെയാ, ആ ഋതികയെ. അവളാ രാജുവിനെ കുത്തിത്തിരിച്ച് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അപ്പോഴും ഞാൻ പറയുന്നുണ്ടായിരുന്നു രാജു ആദ്യം വീട്ടിലേക്ക് പോയി അച്ഛനും അമ്മയും കാണണമെന്ന്. അപ്പ രാജുവിനത് കേട്ട ഭാവമില്ല. എന്റെ കൺമുമ്പിൽ വെച്ച് തന്നെയാ രാജു അവളുടെ കൂടെ പോയത്. ആ ദേ രാജു ഒന്നുമില്ല. മോനെ, മോനെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. രമ്യയോടെ ഉണ്ടായിരുന്നോ? ഇവക്കിത് എന്ത് പറ്റിയമ്മേ? സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നീ വർമ്മ സാറിന്റെ വീട്ടിലേക്ക് പോയത് രമ്യക്ക് ഇഷ്ടായില്ല. അതിന് ഞാനവിടെ സ്ഥിരതാമസത്തിന് പോയതൊന്നല്ലോ. ദേ ഇപ്പൊ ഇവിടെ എത്തിയല്ലോ. ദേ ഞാനിവിടെ കലി കയറി നിൽക്കുക, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഏട്ടാ, മോളെ, മോളെ ഞാൻ എന്ത് പറഞ്ഞാ സമാധാനിപ്പിക്കേണ്ടത്? ഞാൻ കാരണം നിന്റെ കല്യാണാലോചന. വേണ്ട, ഏട്ടനൊന്നും പറയണ്ട. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. അതെനിക്ക് വിധിച്ചിട്ടില്ല, അത്രേ ഉള്ളൂ. എനിക്കതിൽ പ്രയാസമൊന്നുമില്ല. മോളെന്നോട് ക്ഷമിക്കണം. അയ്യോ ഏട്ടാ, എനിക്ക് വിഷമമൊന്നുമില്ലെന്നോ ഞാൻ ഏട്ടനോട് പറഞ്ഞില്ലേ. പിന്നെന്തിനാ ഏട്ട സങ്കടപ്പെടുന്ന? ഇത്രയും നേരം ഞങ്ങൾ എന്തുമാത്രം വിഷമത്തിലായിരുന്നെന്ന് അറിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരിക്കുമല്ലേ? എന്ത് ദേഷ്യം? ആർക്കും നിന്നോട് ഒരു ദേഷ്യവും ഇല്ല. നീയായിട്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്തിനാ നിന്നോട് ഞങ്ങൾ വിരോധം കാണിക്കുന്നത്? അപകടം ഉണ്ടാക്കിയ ഋതികയെ നീ രക്ഷിക്കാൻ ശ്രമിച്ചു. ഒരു പെൺകുട്ടിയുടെ ജീവിതം രക്ഷിക്കാൻ ശ്രമിച്ചത് നീ ചെയ്ത നല്ല കാര്യം തന്നെയല്ലേ മോനെ? അതിന് നിന്നെ ആരും കുറ്റപ്പെടുത്തില്ല, അഭിനന്ദിക്കേ ഉള്ളൂ. ഋതികയെല്ലാം ഞങ്ങളോട് പറഞ്ഞു രാജു. ഞാൻ കരുതിയത് ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ലെന്ന്. ഏതായാലും കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇതെല്ലാം ദൃഷ്ടിദോഷവും സമയദോഷവും കൊണ്ട് സംഭവിച്ചതാവും. ഇല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് സ്റ്റേഷനിൽ കയറേണ്ടി വരില്ലായിരുന്നല്ലോ. രാധമ്മേ, ആരതി ഒഴിഞ്ഞ് രാജുവിനെ സ്വീകരിക്കേ. എന്തെങ്കിലും ദോഷങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് മാറട്ടെ. അത് മോള് പറഞ്ഞു ശരിയാ. മോ നിക്ക്, ഞാൻ ചെന്ന് ആരതി എടുത്തിട്ട് വരാം. എല്ലാത്തിനും കാരണം ആ ഋതികയാ. രമ്യ, നീ എന്തിനാ വെറുതെ കുറ്റം പറയുന്നത്?
വർമ്മ സാറിനെ കാണാൻ പോയത് എന്റെ ഇഷ്ടപ്രകാരം. അദ്ദേഹത്തിന്റെ മകളാണ് എന്നെ സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്തെങ്കിലും അതിന് അദ്ദേഹത്തോട് നന്ദി പറയേണ്ട ബാധ്യതയും മര്യാദയും എനിക്കുണ്ട്. ഋതിക മാത്രം പരിശ്രമിച്ചതുകൊണ്ടല്ല രാജുവിനെ സ്റ്റേഷനിൽ നിന്ന് വെറുതെ വിട്ടത്. രാജുവിനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കാനേ അവൾക്കൊപ്പം ഞാനും ഉണ്ടായിരുന്നു. അതെന്നും ഓർമ്മ വേണം. അത് ഞാൻ മറന്നിട്ടില്ല, ഞാൻ മറക്കൂല. രമ്യ, രാജുവിനെ കേസിൽ നിന്ന് രക്ഷിച്ചതിന് രാജുവിന് മാത്രമല്ല ഞങ്ങൾ കുടുംബക്കാർക്ക് എന്നും രമ്യയോടും കുടുംബത്തോടും നന്ദി ഉണ്ടായിരിക്കും. വാ മോനെ, വല്ലതും കഴിക്കാം. വാ. അച്ഛാ, അന്ന് അച്ഛന്റെ കയ്യിൽ നിന്നും പ്രൈസ് വാങ്ങാനുള്ള ഭാഗ്യം ഈ മകൾക്കുണ്ടായി. ഇപ്പോ എന്റെ ബർത്ത്ഡേ ആദ്യമായിട്ട് ഈ വീട്ടിൽ ആഘോഷിക്കാനും അച്ഛൻ സമ്മതം മൂളി. എന്റെ ഒപ്പം നിന്ന് അച്ഛൻ എന്നെ കൊണ്ട് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യിക്കോ? അച്ഛന്റെ കൈ കൊണ്ട് ബർത്ത്ഡേ ദിവസത്തെ ആദ്യ മധുരം എനിക്ക് കിട്ടുമോ? ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ വിഷ് ചെയ്യോ? എന്താണെന്നറിയില്ല. അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആലോചിച്ചിട്ട് എനിക്ക് എക്സൈറ്റ്മെന്റ് കാരണം എന്ത് സന്തോഷാണെന്നറിയാവോ? അങ്ങനെയൊക്കെ സംഭവിച്ച ഈ മോൾക്ക് ജീവിതത്തിൽ ഇതിലും വലിയ സന്തോഷം വേറെ എന്താ അച്ഛാ? എന്നാലും അതാരായിരിക്കും? മുടങ്ങാതെ എന്റെ പിറന്നാൾ ദിവസം എനിക്ക് ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് അയക്കുന്ന ആ അജ്ഞാത വ്യക്തി അതാരായിരിക്കും? മുടങ്ങാതെ എനിക്കിങ്ങനെ ഈ ഗ്രീറ്റിംഗ്സ് അയക്കണമെങ്കിൽ അവരെനിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കില്ലേ? ശരിക്കും ആരായിരിക്കും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.